എൻ്റെ അച്ഛനേക്കാളും പ്രായമുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്രയും പ്രായമുള്ള ആളുകൾ മിക്കവാറും ഒരുപാട് ആളുകൾ വിദേശത്ത് നിന്നുള്ള ആളുകളാണ്. പിന്നെ ഇതിൽ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കുറേ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളാണ് എനിക്കെതിരെ കുറേ പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെ സംസാരിക്കുന്നു, തട്ടമിടുന്നില്ല, നമ്മളൊരു മനുഷ്യൻ എന്ന രീതിയിൽ ജീവിക്കുന്നു എന്നത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വർഗീയത നമ്മുടെ നാട്ടിലുണ്ട്. എന്നെ സംബന്ധിച്ച് പിന്നെ അത് സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളാണ് ദിലീപ് തുടങ്ങി, മുകേഷ്, PK ശശി, വേടൻ, അങ്ങനെ തുടങ്ങി ആരാണോ സ്ത്രീകളെ പീഡിപ്പിച്ചത്. ഇപ്പം എഴുത്തുകാരിൽ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇപ്പോൾ ഒരു വിദേശത്തുള്ള ഒരു കവിക്കെതിരെ ഞങ്ങൾ എഴുതിയിരുന്നു. ഒരു പെൺകുട്ടി ഉപയോഗിക്കപ്പെട്ടതിൻ്റെ, ചൂഷണം ചെയ്യപ്പെട്ടതിൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് എഴുതിയിരുന്നു. നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ മെറിറ്റിലേക്കല്ല അവർ പോകുന്നത്. ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നതെങ്കിൽ സ്ത്രീ പറയുന്നതിലെ പൊളിറ്റിക്സോ അതിൻ്റെ മെറിറ്റോ നോക്കാതെ സ്ത്രീയുടെ ശരീരത്തെയും അവരുടെ മുഖത്തെയും ഒക്കെ വഷളാക്കിക്കൊണ്ട് അത്തരത്തിൽ കമന്റുകൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രതികരിക്കുന്നത്. ഇത്തരം പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നിയത്? ഈ പ്രതികരിച്ചതിലും കൂടുതൽ പേര് കോൺഗ്രസ്സുകാരാകാനാണല്ലോ സാധ്യത. അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പാർട്ടി പ്രതിസ്ഥാനത്താണ് എന്ന് തോന്നിയിട്ടുണ്ടോ? പാർട്ടി പ്രതിസ്ഥാനത്താണ് എന്നതിനേക്കാൾ അപ്പുറം ഒരു സ്ത്രീ പ്രതികരിച്ചു വരുമ്പോൾ, ഇപ്പം നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും, ബിഗ് TV ലോഞ്ചായി സുജയ പാർവതിയെ ബോഡി ഷെയിം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് സ്ത്രീകളെയാണ് എപ്പോഴും ചെയ്യുക. മേക്കപ്പ് ഇല്ലെങ്കിൽ മേക്കപ്പ് ഇല്ല, ഇത് ഇത്രയും കാലം മേക്കപ്പ് ആയിരുന്നു എന്നിട്ട് മേക്കപ്പ് ഉണ്ട് എന്ന് തോന്നിയ പുട്ടി എന്ന് പറഞ്ഞിട്ട് ഇനി അതൊരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ഭംഗിയാണെങ്കിൽ പോലും അതിനെ വളരെ മോശമായിട്ടൊക്കെ പറയുന്ന ഒരു രീതി പണ്ടുണ്ട്, ഇപ്പോഴൊന്നല്ല. പണ്ട് കലുങ്കിലിരുന്ന് പറഞ്ഞ ആളുകൾ, എന്താ പറയുക, ഒരു പിത്തനമുട്ടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, ഇങ്ങനെ ഒരു ഇരുന്ന് സംസാരിച്ച് പരദൂഷണം പറയുന്ന ഒരു ഇടം. അതുപോലെയാണ് ഇപ്പം. അതെ, പുരുഷന്മാരെന്നല്ല, സ്ത്രീകളും പറയും. പക്ഷെ സ്ത്രീകൾ വീട്ടിനകത്തുനിന്ന് പറയും, ആളുകൾ ഇവിടെ നിന്ന് പറയും എന്നുള്ളതാണ്. അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായി എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതവർ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്നു. ഒരു സ്ത്രീയെ പലപ്പോഴും നമ്മൾ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ശരീരം, സ്ത്രീകളുടെ കുടുംബം, മക്കൾ, ഇതിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ പ്രതികരിച്ച് മുന്നോട്ട് വരുമ്പോൾ, മക്കളെക്കുറിച്ച് പറയുമ്പോൾ, സ്വന്തം സ്വഭാവത്തെക്കുറിച്ച് മോശമാക്കി പറയുമ്പോൾ, അവൾ പിഴയാണ് എന്ന് പറയുമ്പോൾ, അവൾ വെടിയാണ് എന്ന് പറയുമ്പോൾ ഒക്കെ മിണ്ടാതിരുന്ന പെണ്ണുങ്ങൾക്കിടയിൽ ആ പെണ്ണുങ്ങളുടെ അടുത്ത് ഇതെങ്ങനെ പ്രയോഗിക്കാമെന്ന് പഠിച്ചു വന്നിട്ടുള്ള പുതിയ ജനറേഷനിലുള്ള ആളുകളൊന്നും അല്ല ഇത് ഞാൻ അടക്കമുള്ള എന്നെക്കാളും കുറച്ച് സീനിയറായിട്ടുള്ള കുറേ, ഇന്നലെ ഒരു ഏട്ടന് ഞാനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, എൻ്റെ അച്ഛനേക്കാളും പ്രായമുണ്ട്, അങ്ങേർക്ക് കേൾക്കേണ്ടത് കുൽസിത കഥകളാണ്. അപ്പം ഞാൻ അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ അച്ഛനേക്കാളും പ്രായമുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്രയും പ്രായമുള്ള ആളുകൾ മിക്കവാറും ഒരുപാട് ആളുകൾ വിദേശത്ത് നിന്നുള്ള ആളുകളാണ്. പിന്നെ ഇതിൽ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കുറേ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളാണ് എനിക്കെതിരെ കുറേ പ്രതികരിച്ചിട്ടുള്ളത്. അതൊരു എന്താ പറയുക, ഷഹനാസ് എന്ന് പറയുന്ന ഒരാൾ ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചതിലുള്ള ഒരു പ്രത്യേക താല്പര്യം അവർ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് അതിലെ കുറേ മുസ്ലിം പേരുകളിലുള്ള പ്രതികരണം കണ്ടപ്പോൾ ഞാൻ കല്യാണം കഴിച്ചതാണ്, രണ്ടാമത് ഈ പേരുള്ള ഒരാൾ പൊതുരംഗത്ത് ഇറങ്ങി ധൈര്യമായി സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതെ, അങ്ങനെ സംസാരിക്കുന്നു, തട്ടമിടുന്നില്ല, നമ്മളൊരു മനുഷ്യൻ എന്ന രീതിയിൽ ജീവിക്കുന്നു എന്നത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വർഗീയത നമ്മുടെ നാട്ടിലുണ്ട്. അത് ഞാൻ എൻ്റെ പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ, പിന്നെ പലപ്പോഴും മറ്റു പല പോസ്റ്റുകളിലും പോയിട്ട് നെഗറ്റീവ് കമൻസ് എന്നെ ഇട്ടിട്ട് ഇൻബോക്സിൽ വന്നിട്ട് നമ്മളോട് സ്നേഹവും സൗഹൃദവും കാണിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരെ നമ്മൾ പിന്നെ ഒരു തരത്തിലും അംഗീകരിക്കുകയോ കേൾക്കുകയോ ആ ഒരു കമൻറ്റിനെ കുറിച്ച് ബോധേഡാവുകയോ ചെയ്യേണ്ട എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ അവർക്ക് ഒരു വിലയും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇവരൊക്കെ പറയുന്ന പല കഥകൾക്കും എൻ്റെ റീൽസുകൾ ഉത്തരം പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ഞാൻ അത്ര പ്രാധാന്യം അവർക്ക് കൊടുത്തിട്ടുള്ളൂ. ഞാൻ പറയേണ്ട കാര്യങ്ങളെ ഞാൻ പറയൂ, അല്ലാത്തവർക്ക് ഞാൻ ഉത്തരം കൊടുക്കാറില്ല, കൊടുക്കാൻ താല്പര്യവുമില്ല. ഈ വിഷയത്തിൽ തന്നെ, ഇപ്പം മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തന്നെ ഒട്ടനവധി ഈ എഴുത്തുകാരെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കലയോട് ബന്ധമുള്ള, എഴുത്തിനോട് ബന്ധമുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും പുരോഗമനാത്മക ചിന്താഗതിയുള്ള ആളുകളാകണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ചില എഴുത്തുകാരും സ്ത്രീ എഴുത്തുകാരും ഒക്കെ ഷഹനാസിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കേണ്ടായി, പോസ്റ്റുകളൊക്കെ ഇടുകയുണ്ടായി. അതൊക്കെ വായിച്ചിട്ടുണ്ടാവല്ലോ. തീർച്ചയായിട്ടും. എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്?
അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്കൊപ്പം സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ എനിക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ, ഒരു സ്ത്രീ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ച് വരുമ്പോൾ, ഒരു സ്ത്രീ ഒരു വിക്റ്റിമായി മാറുമ്പോൾ ഈ സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ്. കാരണം ഒരു സ്ത്രീ പ്രതികരിച്ച് മുന്നോട്ട് വരുമ്പോൾ അവരുടെ ഒരു സ്വഭാവ ഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ ഒരു ടൂളാക്കിക്കൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം ഞാൻ ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ആ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. ആ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ജെനുവിനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എൻ്റെ സുഹൃത്താണെങ്കിൽ പോലും, എന്നോട് മോശമായി പെരുമാറിയിട്ടില്ലെങ്കിൽ പോലും ആ സ്ത്രീകൾക്കൊപ്പം ഞാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ അത് കാലാകാലങ്ങളിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ ഞാൻ ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ഒരു എഴുത്തുകാരനൊക്കെ ഒരു സ്ത്രീയുടെ സുഹൃത്തായി മാറുമ്പോൾ, അല്ലെങ്കിൽ അവർ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പബ്ലിഷറായി മാറുമ്പോൾ ഒക്കെ ഈ സ്ത്രീകൾ അവരോട് ഇതിൻ്റെയൊക്കെ പേരിൽ മറ്റൊരു സ്ത്രീയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നു എന്ന ദയനീയ അവസ്ഥയുണ്ട്. അവരും എഴുത്തുകാരികളായിരിക്കാം, എന്നിട്ട് പോലും മറ്റുള്ള സ്ത്രീകളെ, അതായത് ഒരു സെലക്റ്റീവ് ഫെമിനിസം, ചില കാര്യങ്ങളിൽ മാത്രം അവർക്ക് ഫെമിനിസം എന്ന് പറയുന്നതിനെ പരിഗണിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ എനിക്കെതിരെയും ഉണ്ടായിട്ടുണ്ട്. അത് കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, അന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം ഞാനിപ്പം ഫേസ് ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പീഡകനായിട്ടുള്ള MLA കുറിച്ചിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പോഴും മുൻപ് ഞാൻ കൊടുത്തിരുന്ന കേസിനെ കുറിച്ചും അതിനു മുമ്പ് ഞാൻ പ്രതികരിച്ച പല വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഒരു കൂട്ടമായിട്ടുള്ള അക്രമമാണ് ഉണ്ടായത്. അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, സാഹിത്യ മേഖലയിലുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. സാഹിത്യ മേഖലയിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകൾ പോലും ഞാൻ ഈ പ്രതികരിച്ച വിഷയത്തെക്കുറിച്ച് എൻ്റെ ഒരു ക്യാരക്ടറിനെ മോശപ്പെടുത്തിയിട്ട് എഴുതുകയും പറയുകയും കുറേ സ്ക്രീൻഷോട്ടുകൾ, ഞാൻ ആ കേസിൽ ശരിക്കും വിക്റ്റിമാണ്, എനിക്ക് വേണമെങ്കിൽ ആ സ്ത്രീക്കെതിരെ കേസിന് വരെ പോവാം. പക്ഷേ ഒരു സ്ത്രീകൾക്കെതിരെ നിൽക്കരുത് എന്നുള്ളൊരു തീരുമാനവും ആഗ്രഹവും ഒക്കെ ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിലും നമ്മൾ പ്രതികരിക്കാൻ പറ്റാതാവുന്ന സാഹചര്യത്തിൽ നമ്മൾ നിയമപരമായിട്ടും പോകും എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പം ഞാനെപ്പോഴും പറയാറുണ്ട്, ഇനിയിപ്പം ഒരു സ്ത്രീ വന്ന് പറയാണ് നിങ്ങളുടെ ഭർത്താവ് എന്നെ പീഡിപ്പിച്ചു, നിങ്ങളുടെ ഭർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ ആ സ്ത്രീക്കൊപ്പേ നിൽക്കുകയുള്ളൂ എന്ന് ഞാൻ എല്ലാ കാലങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്. അതെൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പുരുഷൻ എൻ്റെ ഉപ്പയാവട്ടെ, എൻ്റെ ഭർത്താവട്ടെ, എൻ്റെ സഹോദരനാവട്ടെ, ഞാൻ ആ സ്ത്രീക്കൊപ്പേ നിൽക്കുകയുള്ളൂ. കാരണം ഒരു സ്ത്രീ എത്രത്തോളം ബുദ്ധിമുട്ടാണ് അനുഭവിച്ച് ഈ സമൂഹത്തിൽ നിൽക്കാൻ കഷ്ടപ്പെടുന്നത് എന്ന് വ്യക്തമായ ധാരണ എനിക്കുണ്ട്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും എനിക്കറിയാവുന്ന പ്രിയപ്പെട്ട സ്ത്രീകളുടെ അനുഭവത്തിൽ നിന്നൊക്കെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എഴുത്തുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ എഴുതിയിടുന്നതോ ഒന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അതിന് ഞാൻ അവർക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് പിന്നെ അത് സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളാണ് ദിലീപ് തുടങ്ങി, മുകേഷ്, PK ശശി, വേടൻ, അങ്ങനെ തുടങ്ങി ആരാണോ സ്ത്രീകളെ പീഡിപ്പിച്ചത്. ഇപ്പം എഴുത്തുകാരിൽ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരു വിദേശത്തുള്ള ഒരു കവിക്കെതിരെ ഞങ്ങൾ എഴുതിയിരുന്നു. ഒരു പെൺകുട്ടി ഉപയോഗിക്കപ്പെട്ടതിൻ്റെ, ചൂഷണം ചെയ്യപ്പെട്ടതിൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് എഴുതിയിരുന്നു. എനിക്ക് അദ്ദേഹത്തിനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ ആ സ്ത്രീയുടെ ജെനുവിനിറ്റി മനസ്സിലാക്കുകയും ആ സ്ത്രീക്കൊപ്പം അവർ സത്യസന്ധയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ട് അവർക്കൊപ്പം നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ മനുഷ്യനോട് ഞാൻ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് പോലും ചോദിച്ചിട്ടില്ല, ഞാൻ ആ സ്ത്രീക്കൊപ്പം നിൽക്കുക ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഞാൻ കാലാകാലങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്. അതിലെനിക്ക് അത് വലിയ പ്രശ്നമായിട്ടും തോന്നിയിട്ടില്ല. കാരണം ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും എനിക്ക് ഒരു ആത്മാഭിമാനം തോന്നുകയും എൻ്റെ മനസ്സാക്ഷി എന്നെ കുത്താതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇതുവരെ പാലിച്ചു പോന്നിട്ടുള്ളത്. ഞാൻ ആർക്കും എവിടെയും ഒന്നിനും വേണ്ടിയിട്ട്, അധികാരത്തിന് വേണ്ടിയിട്ടാണെങ്കിലും പേരിന് വേണ്ടിയിട്ടാണെങ്കിലും പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണെങ്കിലും എൻ്റെ സ്വഭാവമോ എൻ്റെ നിലപാടോ അടിയറ വയ്ക്കാൻ തയ്യാറല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന്റെ വിവാദം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെക്കൻഡ് സ്ഥാനത്ത് നിൽക്കുന്നത് മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനായിട്ടുള്ള VR സുധീഷുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ. അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് മൈ മീ ടു, ഇറ്റ്സ് മൈ റെസ്പോൺസ് എന്ന തരത്തിലായിരുന്നു അത്. ആ വിഷയം തുടർന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് ഡിഫമേഷൻ കേസുകളും വലിയൊരു തുക നഷ്ടപരിഹാരം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറെ വാർത്തകളൊക്കെ വായിക്കേണ്ടായി. എന്തായിരുന്നു ആ സംഭവം?
അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് സമൂഹത്തിൽ നമ്മളെ ഇടപഴകുന്ന ആളുകൾ എപ്പോഴാണോ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നത് അപ്പം നമ്മൾ പ്രതികരിക്കണം എന്നുള്ളതാണ്. നമുക്കൊരു പരിചയവും ഇല്ലാത്ത ആളുകൾക്കെതിരെ നമുക്ക് പരാതിയൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഇടപഴകുമ്പോൾ നമ്മളോട് മോശമായി പെരുമാറുന്ന മനുഷ്യർക്കെതിരെയാണ് എല്ലാ കാലത്തും എല്ലാ മനുഷ്യരും പരാതി കൊടുത്തിട്ടുള്ളത്. അതിനെ ഈ സമൂഹം പറയുന്നത് കുറേ കാലം അവൾ അവൻ്റെ ഒപ്പം നടന്നു, അവനെ പരിപാടിക്ക് വിളിച്ചു, പിന്നീട് അവനെതിരെ പരാതി കൊടുത്തു എന്നുള്ള ഒരു രീതിയാണ്. നമുക്ക് എപ്പോഴാണോ നമ്മളുടെ മാനസികമായ നമ്മുടെ ശാരീരികമായ ഒരു പരിധിയെ ലംഘിക്കുന്നത് ആ വ്യക്തി, ആ സമയത്താണ് നമ്മൾ പരാതിയുമായിട്ട് മുന്നോട്ട് വരിക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു പരാതിയാണ് ശ്രീ VR സുധീഷ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ മീറ്റു അല്ല എന്ന് ഞാൻ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, മീറ്റു തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. മീറ്റു എന്ന് പറയുന്നത് കാലങ്ങളിൽ സ്ത്രീകൾ അനുഭവിച്ചു വന്ന പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തിട്ട് അവർ പറഞ്ഞ് മുന്നോട്ട്, അത് ഏത് കാലത്ത് അനുഭവിച്ചായാലും മുന്നോട്ട് വരാനുള്ള ഒരു സംവിധാനമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും നമ്മുടെ സ്ത്രീകളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അതൊരു കാലത്തേക്ക് വെക്കരുത്. നിങ്ങൾ എപ്പോഴാണോ മോശമായിട്ട് നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാവുന്നത് അതിനെ നിങ്ങൾ അപ്പോൾ പ്രതികരിച്ച് മുന്നോട്ട് വരണം. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളൊന്നും മുഖം പോലും മറച്ചു വരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ മുഖം മറച്ചിട്ടൊന്നുമല്ല വന്നത്. ഞാൻ മുഖം കാണിച്ച് എൻ്റെ പേര്, എൻ്റെ ഐഡൻറ്റിറ്റി എല്ലാം തുറന്ന് കാണിച്ചുകൊണ്ട് പരാതിപ്പെട്ട് വന്ന ഒരു സ്ത്രീയാണ് ഞാൻ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ അവരുടെ ഐഡൻറ്റിറ്റി പോലും മറച്ചു വയ്ക്കാതെ, ഇപ്പം നമ്മൾ സിനിമാ മേഖലയിൽ, സിനിമ പോലെ നമ്മൾ കണ്ട ഒരു ജീവിത നേർസാക്ഷ്യമായിരുന്നു ഒരു സിനിമാ മേഖലയിലുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ടത്. അവർ എൻ്റെ മുഖം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല, എൻ്റെ പേര് അതിജീവിത എന്ന് നൽകണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അടുത്ത ആശാച്ചി എന്ന് പറയുന്ന ഒരു സിനിമാ പ്രവർത്തകയായിട്ടുള്ള അവർക്കെതിരെ അവർ പരാതി നൽകുകയും അതിനെതിരെ ശക്തമായി മുന്നോട്ട് വരികയും ചെയ്ത് സ്വന്തം മുഖം കാണിച്ചുകൊണ്ട് തന്നെ പ്രതികരിച്ചു വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ്. പിന്നെ കന്യാസ്ത്രീ മഠത്തിലെ ഒരുപാട് സ്ത്രീകൾ. ഇതൊക്കെ എന്ന് പറയുന്നത്, ഞാനാണെങ്കിലും പരാതി പറയുമ്പം എൻ്റെ മുഖം മറച്ചു വെച്ചിട്ടല്ല പരാതിയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നാളുകളിൽ മിണ്ടാതിരിക്കുന്ന, ഇരകളാക്കപ്പെട്ട, പീഡനത്തിനിരയായി മെൻ്റൽ ട്രോമയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്ക് നിങ്ങൾ പേര് പറഞ്ഞ് തന്നെ, നിങ്ങളുടെ ഐഡൻറ്റിറ്റി മറച്ചു വയ്ക്കാതെ തന്നെ മുന്നോട്ട് വന്ന് പരാതി നൽകാൻ വേണ്ടിയിട്ടുള്ള വലിയ ധൈര്യം പെൺകുട്ടികൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള അതിജീവിതകൾ മുന്നോട്ട് വന്ന് സംസാരിക്കുമ്പോൾ തൻ്റെ ഇടത്തോടു കൂടി മുന്നോട്ട് വരുമ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ സമൂഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ മുഖം കാണിച്ചുകൊണ്ട് ഞാൻ പരാതി, എനിക്കെതിരെ ഉണ്ടായ പീഡനത്തിനെതിരെ ഞാൻ പരാതി പറയുമെന്ന് ഒരു പെണ്ണ് വിചാരിച്ച് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയയിലെ ഒന്നുമല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ശക്തമാക്കപ്പെടാൻ നമ്മുടെ സ്ത്രീകൾക്ക് സാധിക്കട്ടെ, മുന്നോട്ട് വരാൻ സാധിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ഈ സ്ത്രീകൾ മറച്ചു വെക്കുന്നു, സ്ത്രീകൾ മുഖം മറച്ചു വെക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ സമൂഹം വലിയ എന്താ പറയുക, സ്ത്രീ എന്തോ പ്രശ്നക്കാരിയായിട്ട് അടയാളപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ ആദ്യമൊക്കെ സ്ത്രീകൾക്ക് പരാതിപ്പെടാൻ പേടിയായിരിക്കും, അപ്പം മിണ്ടാതിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും അവർ കുറേ പ്രശ്നങ്ങളിൽ നിന്നൊന്ന് പൊട്ടിത്തെറിക്കാനുള്ള ഒരു മാനസികമായി തയ്യാറെടുക്കുമ്പോഴാണ് അവർ പരാതിയുമായിട്ട് മുന്നോട്ട് വരിക. അപ്പോൾ അതിനെ പോലും നമ്മുടെ സമൂഹം ഇത്രയും കാലം അവൾ അത് ആസ്വദിച്ചിട്ട് പിന്നെ വന്ന് പരാതി പറയുന്നു എന്ന് പറയും. അപ്പം ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ പ്രതികരിക്കണമെന്നാണ് എനിക്ക് ഇപ്പോഴും സ്ത്രീകളോട് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ച് VR സുധീഷ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എന്നെ വളരെ മോശമായിട്ട് അപ്രോച്ച് ചെയ്യുകയും അതിനെതിരെ ഞാൻ പ്രതികരിക്കുകയും കേസ് കൊടുക്കുകയും അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കേസ് ഹൈക്കോടതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു വ്യക്തിക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ നമുക്ക് കൗണ്ടർ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. ആ മാനനഷ്ടത്തിന് അദ്ദേഹം സിവിലായിട്ടും ക്രിമിനലായിട്ടും ഫയൽ ചെയ്തു. അതിൻ്റെ സിവിലിൻ്റെ സമൻസാണ് എനിക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സിവിലിന് ഞാൻ അഡ്വക്കേറ്റിനെ വെക്കുകയും ചെയ്തു. ക്രിമിനൽ ആയിട്ട് കേസ് ഫയൽ ചെയ്തതിൻ്റെ 3 സമൻസും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ കോഴിക്കോട് ജില്ലയിലുള്ള ഒരാളാണ്. ഞാൻ എവിടെയും ഒളിച്ചിരിക്കുന്ന ഒരു സ്ത്രീയല്ല, പല പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അതെനിക്ക് കിട്ടിയിട്ടില്ല. അതെനിക്ക് കിട്ടാതെ ഞാൻ കാണുന്നത് ഈ 24 ചാനലിൽ കാണുന്ന ന്യൂസാണ്. അതായത് ഷഹനാസിന് ജാമ്യമില്ലാ വാറണ്ട്. ജാമ്യമില്ല. ഞാൻ ഒരാളെ കൊന്ന വ്യക്തിയൊന്നുമല്ല. എന്നെ മോശമായിട്ട് ഉപദ്രവിച്ച ഒരു വ്യക്തിക്കെതിരെ പരാതി കൊടുത്തതിൻ്റെ പേരിൽ വന്നൊരു കേസാണിത്, മാനനഷ്ട കേസ് എന്ന് പറയുന്നത്. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ബേപ്പൂർ SHOനെ വിളിച്ചു, ഷഹനാസ് ഇവിടെ പ്രത്യക്ഷത്തിൽ കറങ്ങി നടക്കുന്ന ആളല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെയാണ് ആ ന്യൂസിൽ പറയുന്നത്.
ആദ്യം ഞാൻ അങ്ങനെ കേസുമായിട്ടൊന്നും ഒരുപാട് മുന്നോട്ട് പോകുന്ന ഒരാളല്ല. പലരും എന്നെ വിളിച്ചു, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഇതൊരു സ്വാഭാവികമായ ഒരു പ്രൊസീജിയറാണ്. നമ്മൾ സമൻസ് പല കാരണങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടാതിരിക്കാം. അപ്പം റീകോൾ ചെയ്യാന്ന് പറയും, ഈ കേസിന് നമ്മൾ ഹാജരായിട്ട് റീകോൾ ചെയ്യാന്ന് പറയുന്നതും ജാമ്യം എടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇതിലുള്ളത്. അത് നിയമപരിജ്ഞാനമുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും. പക്ഷെ ഇത് ആഘോഷമാകുന്നത് എന്താണ്? ജാമ്യമില്ലാ വാറണ്ട് ഷഹനാസിന്. എവിടെയാണ് ജാമ്യമില്ലാ വാറണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട ചാനലിന് കള്ളത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു വസ്തുത. 2, ഞാൻ ഈ ഫറൂഖ് SHO, ഞാൻ ഫറൂഖാണ് താമസിക്കുന്നത്, ഫറൂഖ് SHOനെ ഞാൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? കാരണം അതിൻ്റെ 2-3 ദിവസം മുന്നേ ഞാൻ ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ SHOനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, തിരിച്ച് കേസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ ഈ ചാനലിൽ പറഞ്ഞ ബേപ്പൂർ SHOനെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവരെയും ചാനലുകാർ വിളിച്ചിരുന്നു, അവരെയും കോടതിയിൽ നിന്ന് ഒരു ചീത്തയും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഉള്ളത് നടക്കാവാണ്. നടക്കാവ് SHOനെയും ഞാൻ വിളിച്ചു, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ കോടതിയിൽ പരാമർശിച്ചിട്ടുണ്ടാകാം, കാരണം 3 സമൻസും എനിക്ക് കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഹാജരാവാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കോടതിയിൽ നിന്ന് എന്തെങ്കിലും പക്ഷേ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലെ SHOനെ വിളിച്ച് വഴക്ക് പറയുകയോ എന്നെ പിടിച്ച് തൂക്കിയിട്ട് തകർത്തിടുന്നോ ജാമ്യമില്ല വാറണ്ട് എന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളെ ഒരു സ്ത്രീയാണ് എന്ന് പോലും ഓർക്കാതെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം 24 ചാനൽ അത് പറയണം. ഞാൻ അവർക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, അവർക്ക് ചാനലിനുള്ളിൽ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ശ്രീകണ്ഠ സാറിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ദീപക് ധർമ്മടം എന്ന് പറയുന്ന ആളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് ഭാവനയൊക്കെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരാളാണ് ഗോപാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ ചാനലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം സ്ത്രീകളെ ഇത്രയും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു മകളുള്ള ഒരു ചാനലിൽ ജാമ്യമില്ല വാറണ്ട് എന്നൊക്കെ പറഞ്ഞ്, അതായത് ഞാൻ കൊടുത്ത കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഞാൻ കള്ളപ്പരാതി കൊടുത്തതിൻ്റെ പേരിൽ എന്നെ ജാമ്യമില്ല കേസിൽ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു രീതി സമൂഹത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു അപകടകരമായ അവസ്ഥയുണ്ട്. അത് ചെയ്യുന്നത് ഈ മഞ്ഞ ചാനലുകളൊന്നുമല്ല, യൂട്യൂബ് ചാനൽസ് അല്ല. പിന്നെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച തന്നെ ഞാൻ അതിന് വക്കീലിനെ കണ്ടു. കേസ് നേരത്തെ വിളിക്കുന്ന രീതിയിൽ റീകോൾ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പിന്നെയുള്ള എല്ലാ ചാനലും കൊടുത്തത് എന്താ പറയുക, കോഴിക്കോട് കോടതിയിൽ ഷഹനാസ് കീഴടങ്ങി. അതേ ദിവസം തന്നെ അവർ കൊടുത്തു, തിരുവനന്തപുരം നിയമസഭയിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോയി എന്ന്. അപ്പം മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും സമൂഹത്തിൻ്റെ ഒരു 4th പില്ലർ എന്നറിയപ്പെടുന്ന മാധ്യമങ്ങളിൽ എത്രത്തോളം വിശ്വാസം ആയിട്ട് ജനങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്ന് സ്വന്തം അനുഭവം വരുമ്പോഴേ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. ഈ കള്ളക്കഥകൾ എങ്ങനെയാണ് ഇവർ പറയുന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് എന്നൊക്കെ മനസ്സിലാകുന്നത് നമുക്കൊക്കെ അനുഭവം വരുമ്പോൾ. ഇപ്പോൾ ഒരു ന്യൂസ് കാണുമ്പോൾ അതിൻ്റെ ഒരു വിശ്വാസ്യതയെ ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ന്യൂസ് വരുന്നത്? ഞാൻ കോടതിയിൽ കീഴടങ്ങാൻ ഞാൻ പിടികിട്ടാ പുള്ളിയൊന്നുമല്ല. ഞാൻ കൊടുത്ത കേസിൽ കൗണ്ടർ കേസ് കൊടുത്തിട്ടുള്ള മാനനഷ്ട കേസിന് ഒട്ടും മാനമില്ലാത്ത ഒരാളും മാനനഷ്ട കേസ് കൊടുത്തതിൽ എൻ്റെ ആവശ്യമാണ് ആ കേസും ഈ കേസും ഒക്കെ മുന്നോട്ട് വരണം എന്നുള്ളത്. ഒരുപാട് സമയമെടുക്കും നമ്മുടെ നിയമങ്ങൾക്ക് എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീകളൊന്നും പരാതിപ്പെടാൻ തന്നെ വരാത്തത്. അപ്പം ആ എൻ്റെ ആവശ്യത്തെ പോലും അപമാനിച്ചുകൊണ്ട് ഷഹനാസ് കീഴടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരിക എന്ന് പറയുമ്പം ഇത് എന്നെ പ്രിയപ്പെട്ട കുറേ ആളുകൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ എന്ത് പറ്റിയെന്ന് വേദനിച്ച കുറേ മനുഷ്യരുണ്ട്. എന്താ പറ്റിയതെന്ന് ചോദിച്ച് വിളിച്ച ആളുകളുണ്ട്, എന്താ പറ്റിയതെന്ന് ചോദിച്ചിട്ട്. അത് ഒക്കെ ഒരു തെറ്റായ പ്രവണതയാണ് ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. ഇത് കൂടാതെ തന്നെ 24 ചാനൽ ചെയ്തൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഹാഷ്മി എന്ന് പറയുന്ന വാക്കുകൾ അനർഘനിർഘളം ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആരെയും ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ഹാഷ്മിയുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നുണ്ട്. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിൽ വിധേയനായിട്ട് ഹാഷ്മി നിൽക്കുകയും വളരെ രസകരമായിട്ടുള്ള ഒരു സംഭാഷണമാക്കി അതിനെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൊരു ക്രിമിനലിന് ഒരു ഫേസ് കൊടുക്കുന്ന ഒരു ചാനലായിട്ട് 24 മാറി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, സത്യത്തിൽ ആ വിഷയം നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഹാഷ്മി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിനെ ഞാൻ റെസ്പെക്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം നന്നായിട്ട് സംസാരിക്കും, ഓരോ വിഷയങ്ങളെയും പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രോ തന്നെ വളരെ മനോഹരമായിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ ഈ ചാനലിൽ ഈ ഇൻ്റർവ്യൂ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ട. കാരണം എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചാനലുകാരെ തന്നെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ പേര് പരാമർശിക്കുന്നുണ്ട്, ഉത്തരം തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കാണുന്ന സമയത്ത് അവിടെ വാക്കുകളില്ലാതെ ഇരിക്കുന്ന ഒരു ഹാഷ്മി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിനെയാണ് ഞാൻ കണ്ടത്. അപ്പം അത് പിറ്റേന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന് എൻ്റെ സ്ഥാപനത്തിലേക്കാണ് പിന്നെ ചാനലുകാർ വരുന്നത്. അപ്പം ഞാനത് ഇവിടുന്ന് പറയുകയുണ്ടായി.
ഒരു പീഡകനെ വെളുപ്പിക്കാനുള്ള ഒരു ഇൻ്റർവ്യൂ ആയിട്ട് എനിക്കിത് തോന്നിയിട്ടുള്ളൂ. കാരണം ചോദ്യം ചോദിക്കാൻ വാക്കുകളില്ലാത്തൊരു മനുഷ്യനല്ല ഹാഷ്മി എന്ന് പറയുന്ന ജേർണലിസ്റ്റ്. ഹാഷ്മിക്ക് മുന്നിലിരുന്ന പോലെ എനിക്ക് മുന്നിലിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ധൈര്യമുണ്ടോ എന്ന് ഞാൻ അതിൽ എന്നോട് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് എനിക്കെതിരെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പ്രതികാരമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാൻ ഈ നിങ്ങൾ പറഞ്ഞ ഈ വിഷയങ്ങൾ ഞാനെന്നല്ല, ഒരു അത്യാവശ്യം ബുദ്ധിയുള്ള എല്ലാ ആളുകളും ഇത് ചർച്ച ചെയ്തതാണ്. കാരണം ഹാഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തിനാണ് ഒരു പീഡകനെ അവിടെ കൊണ്ടിരുത്തിയത്? ഷഹനാസിൻ്റെ പേര് പറയാനാണോ? റിനി എന്ന് പറയുന്ന അവരുടെ പേര് പറയാനാണോ? അല്ല, ഇവിടെ കേസ് നിലനിൽക്കുന്ന 3 കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. കേസ് നിലനിൽക്കുന്നതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. പിന്നെ ഇവിടുത്തെ വിഷയം ഞങ്ങളെ സൈബർ ആളുകൾക്ക് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു PR വർക്കിൻ്റെ തുടക്കമായിരുന്നു അത്. ആ തുടക്കം അദ്ദേഹത്തിന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഷഹനാസും എന്ന് പറയുന്നതല്ല ഇവിടുത്തെ യുദ്ധം. ഞങ്ങൾ തമ്മിലല്ല പ്രശ്നം. ഞങ്ങൾ പ്രതികരിക്കുന്നത് മിണ്ടാതിരിക്കുന്ന ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതാണ്. ഒരു ജനപ്രതിനിധി ഒരുപാട് സ്ത്രീകളെ ഉപയോഗിച്ച് ചൂഷണം ചെയ്ത് ഭ്രൂണഹത്യ ചെയ്ത് ഇവിടെ നിലനിൽക്കുമ്പോൾ, കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം രാഹുൽ മാങ്കൂട്ടവും ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ എഴുത്തും അവരുടെ വോയിസും ഒക്കെ വന്നതാണ് ഇവിടെ ചർച്ചയാവേണ്ടത്. പക്ഷേ എന്നെയുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അയാൾ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല, ഞാൻ അയാൾക്കെതിരെ പരാതിയും കൊടുത്തിട്ടില്ല. അപ്പം ഇത് എന്താണ് ചർച്ചയാക്കേണ്ടതെന്ന് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആ ക്രിമിനലിന് അറിയാം. അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തൊരു ചാനലാണ് അതെന്ന് തോന്നിയിട്ട് ഞാൻ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ എന്നെ ക്രിമിനലാക്കിക്കൊണ്ട് ജാമ്യമില്ലാ വാറണ്ട് എന്നൊക്കെ പറഞ്ഞതെന്ന് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. ഞാൻ ശ്രീകണ്ഠൻ സാറിനോട് അതിൻ്റെ ഒരു പരാതി അയച്ചിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. അതിനിതുവരെ മറുപടി കിട്ടിയിട്ടില്ല. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ എഴുത്തുകാരുടെ ഈ ഇത്തരം കേസുകൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്ന, നമ്മൾ മനസ്സിൽ വിഗ്രഹമായിട്ട് കൊണ്ടു നടക്കുന്ന പല എഴുത്തുകാരും ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളോ സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങളോ ഒക്കെ ചെയ്തവരാണല്ലോ. ഇത് പലരും അറിഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും ഇതിനെതിരെ ഒന്നും കംപ്ലൈന്റുകൾ ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ ഇത്തരം കംപ്ലൈന്റുകൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ എങ്ങനെയായിരിക്കും പ്രതികരിക്കാനുള്ള ഒരു സിസ്റ്റം അങ്ങനെ ഒരു ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളൊക്കെ ഉണ്ടോ? ഞാൻ ഹേമ കമ്മിറ്റി നിലവിൽ വന്ന സമയത്ത്, റിപ്പോർട്ട് വന്ന സമയത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാഹിത്യ മേഖലയിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ എങ്ങനെയായിരിക്കും, ഇതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും പുറത്തു വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കമ്മിറ്റിയോ ഈ സാഹിത്യ മേഖലയിലൊരു പബ്ലിഷേഴ്സിൻ്റെയോ എഴുത്തുകാരുടെയോ ഒരു സംഘടന പോലും കാര്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതൊന്നുമില്ല. അപ്പോൾ അത് ഒരു അനിവാര്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ പ്രതികരിച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മളോട് പേഴ്സണലി വ്യക്തിപരമായിട്ട് വന്നിട്ട് ഞാൻ പരാതിപ്പെട്ട വ്യക്തിക്ക് എതിരെ പോലും എന്നോട് പറഞ്ഞു വന്ന സ്ത്രീകളുണ്ട്. പരാതിപ്പെടാൻ ഭയമാണ്. ഇന്നും നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ കാലത്തും ഒരു സ്ത്രീക്ക് പരാതിപ്പെട്ട് വരാൻ ഭയമാണ്. എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്നെ ഇങ്ങനെ തെറി വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്ന സ്ത്രീകൾ എൻ്റെ സുഹൃത്തുക്കളായവർ വരെ ഉണ്ട്. അവർ രഹസ്യമായിട്ടൊക്കെ മൊഴി കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ പരസ്യമായി രംഗത്തേക്ക് വരാൻ കുടുംബമായിട്ടുള്ളവരായിരിക്കാം. നമുക്കറിയാം, എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളൊക്കെ മുന്നോട്ട് വരുമ്പോൾ കുടുംബത്തിൽ നിന്നാണെങ്കിലും സമൂഹത്തിൽ നിന്നാണെങ്കിലും ഒരുപാട് ചീത്ത പേരുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ചീത്ത കേൾക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പറഞ്ഞാൽ പറയും, നിനക്ക് വീട്ടിലടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരെ, എന്തിനാ എഴുതാൻ പോയത്, എന്തിനാ അഭിനയിക്കാൻ പോയത് എന്നൊക്കെ പറയുന്ന ചെറിയ പറച്ചിലിൽ നിന്നും തുടങ്ങി അവള് അത്രക്കാരിയാണ്, അവള് മോശക്കാരിയാണ് എന്ന് പറയുന്ന സാഹചര്യം വരെ ഇന്നും വളരെ ശക്തമായി നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളെ സ്ത്രീകൾ പരാതിപ്പെടാൻ വരിക? നിങ്ങൾക്കറിയാം, പോക്സോ കേസ് പണ്ട് ഇപ്പോഴാണ് നിലവിൽ വന്നത്. പണ്ട് ക്ലാസ് മുറികളിൽ അധ്യാപകരാലും ബാക്കിയുള്ള ആളുകളാലും കുട്ടികളാരും ചൂഷണം ചെയ്യപ്പെട്ടിട്ടില്ലേ? ആൺ പെൺ വ്യത്യാസമില്ലാതെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവർ മരിച്ച് മണ്ണടിയുന്നത് വരെ ആ ട്രോമ ഉള്ളിൽ പേറിയിട്ട് ജീവിച്ച ആളുകളാണ്. പക്ഷെ ഇന്ന് ഈ ഒരു നിയമം വന്നത് എന്തിനാണ്? ഇത് തുറന്നു പറഞ്ഞ് പ്രതികരിച്ച് മുന്നോട്ട് വരുമ്പം പോലും ശരിക്കും പറഞ്ഞാൽ ഒരു നീതി നമുക്ക് കിട്ടിയെന്നൊരു തോന്നലെങ്കിലും ഒരു മനസ്സിനുണ്ടാകും. നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ളൊരു തോന്നലുണ്ടാകും. അപ്പോൾ അതിനു വേണ്ടി നിയമം ഒക്കെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഒപ്പം നിൽക്കുമ്പോൾ പോലും മുന്നോട്ട് വന്ന് പരാതി പറയാതിരിക്കാൻ തടയിടുന്ന ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. അത് അവനവൻ്റെ വീട്ടിലുള്ള പെൺകുട്ടികൾക്കോ ഭാര്യമാർക്കോ സഹോദരിമാർക്കോ പ്രശ്നം ഉണ്ടാകുമ്പോൾ വന്നതുകൊണ്ട് കാര്യമില്ല. നാട്ടിലുള്ള സ്ത്രീകൾക്കും പ്രതികരിക്കുന്ന ആളുകൾക്കൊക്കെ മുന്നോട്ട് വരണം. പിന്നെ ഇതുപോലുള്ള നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. പോക്സോ കേസ് പറഞ്ഞിട്ട് കുടുക്കിയിട്ട് തിരിച്ചു
വന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അതും സമൂഹത്തിന് വേറെ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുകയാണ്. കാരണം ഇതെല്ലാം പറ്റിക്കലാണോ, സ്ത്രീകൾ മുഴുവൻ പറ്റിക്കുകയാണെന്നുള്ള ഒരു തോന്നലും കൂടി ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട്. അപ്പം നിയമത്തെ എന്താ പറയുക, അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു മനുഷ്യർ തന്നെയാണ് ആളുകൾക്ക് മുന്നിൽ ഇത്തരം നിയമങ്ങളൊന്നും കാര്യമില്ല എന്ന് തോന്നിപ്പിക്കുന്നതും എന്ന് തോന്നുന്നു. ഈ ചാനലിൽ ഷഹനാസ് കീഴടങ്ങി എന്നുള്ളൊരു വാർത്ത വരുന്നു. അതേസമയം തന്നെ ഷഹനാസിനെ നിയമസഭയിലും മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി കൊടുക്കുന്നതായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. അത്രത്തോളം വൈരുദ്ധ്യമുള്ള, എത്രത്തോളം വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യം ഒരേ സമയം തന്നെ ചാനലിൽ വരുന്നു. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി കൊടുക്കാൻ പോയത്? മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി കൊടുക്കാൻ ആ ദിവസം ഞാൻ പോയിട്ടില്ല. ഞാൻ ഇവിടെ കോഴിക്കോടുണ്ടായിരുന്നു. പരാതി ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് അതിൻ്റെ മുമ്പ് മുഖ്യമന്ത്രി എത്തിയ സമയത്ത് ഞാൻ പോയി നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരാതി അവിടെ ഞാൻ കൊടുക്കുകയും കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെ അടുത്ത് പരാതി കൊടുക്കുകയും ചെയ്യുന്നു. അത് ഇവരൊക്കെ പറഞ്ഞതുപോലെ സൈബർ ഇടത്തിൽ ഒരു കാസർഗോഡുള്ള ഒരു മനുഷ്യൻ, കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇപ്പം ഇവിടെ ഇല്ല, നാട്ടിലില്ല, വിദേശത്തിരുന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ മാതിരി പണികളൊക്കെ. വളരെ സേഫ് സോണിൽ, പക്ഷേ സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം അത് നടത്തട്ടെ. അപ്പോൾ അത്തരത്തിൽ നമ്മളെക്കുറിച്ച് ഇങ്ങനെ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിനെതിരെ തന്നെയാണ് ഞാൻ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ പോലീസ് കോൺടാക്ട് ചെയ്തിരുന്നു, ഫറൂഖ് പോലീസ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, കാസർഗോഡ് നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ആ കഥകളിൽ അദ്ദേഹം അതൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടില്ല, അദ്ദേഹം എഴുതുന്നതൊക്കെ ഞാൻ സമ്മതിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനൊരു മറുപടി കൊടുക്കേണ്ട ഒരാളായിട്ട് ആ മനുഷ്യനെ എനിക്ക് തോന്നിയിട്ടില്ല. അത്രയ്ക്ക് അന്തസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ മറുപടി കൊടുക്കാൻ അത്രയ്ക്കും ആഗ്രഹിക്കാത്തൊരു ആളാണ് സോഷ്യൽ മീഡിയയിൽ. അതിന് ഞാൻ കൊടുത്തിട്ടുമില്ല. അത് ഞാൻ നിയമപരമായിട്ട് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതും മുഖ്യമന്ത്രിയുടെ അടുത്ത്, ഞാനിവിടെ കോഴിക്കോട് നിന്നാണ് മുഖ്യമന്ത്രിനെ കണ്ടിട്ടുള്ളത്, തിരുവനന്തപുരത്ത് പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് ഇതേപോലെ വാർത്തകൾ ഉണ്ടാക്കപ്പെടുകയാണ് ആളുകൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതങ്ങനെയാണ് അന്ന് സംഭവിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തി സ്ത്രീകളെ കേൾക്കുന്ന ഒരാളാണെന്ന് എനിക്ക് എല്ലാ കാലത്തും തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ VR സുധീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ കേസിൽ തന്നെ സാഹിത്യ അക്കാദമി അദ്ദേഹത്തെ ഒരു അതിഥിയായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഒറ്റയാൾ പോരാട്ടമാണ് ഇതൊക്കെ. അപ്പോൾ അദ്ദേഹത്തെ ആ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് മെയിൽ അയച്ചതിന് ശേഷം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് തിരിച്ച് കത്ത് വരികയും, ഞാൻ ആ കത്തിന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, കത്ത് വരികയും എന്നോട് പിന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്ന് പറയുകയും ചെയ്തു. അതിനു മുമ്പ് ഞാൻ സാഹിത്യ അക്കാദമിയുടെ ചെയർമാനെ വരെ കോണ്ടാക്ട് ചെയ്തിട്ടും എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല, കേസ് നടക്കുന്നല്ലേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനം മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഉണ്ടായത് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ത്രീകളെ കേൾക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ തന്നെ ശ്രീ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇതൊരു ഗൂഢാലോചനയാണ് എന്നൊക്കെ ഈ സമൂഹം പറഞ്ഞു വെക്കുമ്പോഴും ഈ പെൺകുട്ടിയെ കേട്ടിട്ടുള്ളൊരു മനുഷ്യനാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. പരാതി നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് ആ പെൺകുട്ടി പറയുക ചെയ്തത്. അപ്പോൾ അത് ഒക്കെ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ അതിനെ ഒരു സ്ത്രീയെ കേൾക്കുന്നു, ആ പരാതി കേൾക്കുന്നു എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഒരു മുഖ്യമന്ത്രി കേട്ട് അതിനൊരു നീതി നൽകുന്നു എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഞാൻ കോൺഗ്രസ്സുകാരിയാണ്, ഞാൻ എഴുതുമ്പോൾ പോലും പരാതി എഴുതുമ്പോൾ പോലും ഞാൻ കോൺഗ്രസ്സുകാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് പരാതി എഴുതാറുള്ളത്. എന്നെ പരിഗണിക്കണമെന്നൊന്നുമില്ല, കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയല്ല എന്ന് വേണമെങ്കിൽ മാറ്റി നിർത്താം. പക്ഷെ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു സത്യസന്ധമായ ഒരു അവസ്ഥ ഇതിലുണ്ട്. ഈ പരാതി കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ച് അങ്ങനെയാണോ കൊടുത്തത്, അതോ? അല്ല, ഞാൻ അതും സത്യം പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ പോകാൻ ആദ്യമേ നമ്മൾ സമയമെടുത്ത് പോവുക, ഇതൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയുന്ന കാര്യമായിരുന്നില്ല. കോഴിക്കോട് മുഖ്യമന്ത്രി വന്ന സമയത്ത് അദ്ദേഹം ഗസ്റ്റ് ഹൗസിലുണ്ട് എന്നറിഞ്ഞപ്പോൾ അത്രയും ഒരു വലിയ പ്രശ്നമാണ്, സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുന്നതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ധൈര്യത്തിൽ ഞാനും എൻ്റെ സ്റ്റാഫും അടക്കമുള്ള ആളുകൾ ഗസ്റ്റ് ഹൗസിലേക്ക് കയറി ചെല്ലേണ്ടായത്. ഞാൻ സത്യം പറയട്ടെ, നിരവധി പോലീസുകാർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങൾ എന്തിനിങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു പൊട്ട് പോലും ഒരാളും നമ്മളെ ഷൗട്ട് ചെയ്തിട്ടില്ല. വളരെ മാന്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ഒരാൾക്കൂട്ടവും ഇല്ലാതെ ഒരു മുഖ്യമന്ത്രി നിങ്ങൾ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു എന്ന് പറയുകയും മുഖ്യമന്ത്രിയെ ഞങ്ങൾ അവിടെ നിന്ന് കാണുകയും പരാതി അവിടെ കൊടുക്കാൻ പറയുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശ്രീ പ്രദീപ് കുമാർ സാറിനും നമ്മുടെ മിനിസ്റ്റർ റിയാസിനുമാണ് ഞങ്ങൾ ആ പരാതി
കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് അതിൻ്റെ ഭാഗമായിട്ട് കമ്മീഷണറെ കാണുകയും പിന്നെ ഫറൂഖ് പോലീസ് സ്റ്റേഷനിലേക്ക് അത് മാറുകയും എൻ്റെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ കേസിൻ്റെ ഭാഗമായിട്ട്. പിന്നെ അദ്ദേഹം ഇവിടെ ഉള്ള ഒരാളല്ല എന്നുള്ളത് കൊണ്ട് ബാക്കി നിയമ നടപടികൾ എങ്ങനെ പോകുമെന്നുള്ളതിന് കൃത്യമായ ധാരണയില്ല ഇനി എന്താവും എന്നുള്ളത്. ഇതിലിപ്പം നമ്മൾ ഭയക്കുന്ന ഒരു കാര്യം, ഇപ്പം കേരള മുഖ്യമന്ത്രിയെ നന്നാക്കി പറഞ്ഞു, പുകഴ്ത്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു സൈബർ അറ്റാക്ക് കോൺഗ്രസ് അണികളുടെ അടുത്ത് നിന്ന് നേരിടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണ്, അങ്ങനെ ഒന്ന് വരുമോ? ഇനി എന്താണ് അവർക്ക് എന്നെ ആക്രമിക്കാനുള്ളത്? അവർ എനിക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്ത്രീ എന്ന രീതിയിൽ, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ വ്യാജരേഖ, കള്ളപ്പണം, പിന്നെ വ്യാജ ഐഡൻറ്റിറ്റി, പിന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ആ കോളേജിൽ നിന്ന് M.Com പഠനം പൂർത്തിയാക്കിയൊരു സ്ത്രീയാണ്. M.Com പഠനം പൂർത്തിയാക്കി ആ കോളേജിൽ ഒരു പ്രശ്നമുണ്ടാക്കിയ അല്ലെങ്കിൽ ആ കോളേജിനെ പറ്റിച്ച ഒരു വിദ്യാർത്ഥിക്ക് അവിടുന്ന് TCയും ഗുഡ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റും തരുമോ? അത് പൂർത്തിയാക്കി ആ സർട്ടിഫിക്കറ്റ് വാങ്ങി B.Ed കൂടി ചെയ്ത ഒരാളാണ് ഞാൻ. M.Com B.Ed പഠിച്ച ഒരാളാണ് ഞാൻ. ഈ ഒരു ഇല്ലാ കഥകൾ പറഞ്ഞ് ഒരു സ്ത്രീയെ, അവരുടെ കുടുംബത്തെ, എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുള്ള ഇവർക്ക് ഇനി എന്താ ഇതിൽ കൂടുതൽ പറയാൻ പറ്റും? ഇനി എന്തിനാ ഞാൻ ആരെങ്കിലും പേടിക്കേണ്ട ആവശ്യം? അവർക്ക് പറയാനുള്ളത് പറയട്ടെ. എന്നെ അറിയുന്ന ആളുകൾക്ക് എന്നെ അറിയാം, എന്നെ വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്നെ അറിയാം, എൻ്റെ കുടുംബത്തിന് എന്നെ അറിയാം, ഒരു നാട് മുഴുവൻ എന്നെ അറിയാം. പിന്നെ ഞാൻ എന്തിനാ എവിടെയെങ്കിലും കിടന്ന് ഈ സൈബർ ഇടത്തിൽ ഓരിയിടുന്ന? അവരാണോ എനിക്ക് ചിലവിന് തരുന്നത്? ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ ഇവർ പരാതിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ ലീഗലി എന്നെ ഫേസ് ചെയ്യാൻ വരട്ടെ, അതിനെ നേരിടാൻ ഞാൻ തയ്യാറാണ്. അത് അല്ലാതെ ഇവരെഴുതുന്ന സോഷ്യൽ മീഡിയയിൽ അവരുടെ കഥകളുടെ നായികയാവാൻ ഞാൻ തയ്യാറല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതുന്ന കഥയിലെ നായിക മാത്രമാണ്. അല്ലാതെ ഇവർ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾക്കോ ഏതെങ്കിലും ബുള്ളിങ്ങോ ഇനി എൻ്റെ മരണം വരെ ഞാൻ തകരൂല്ല, പേടിക്കുകയില്ല. ഇനി എന്താ പറയാനുള്ളത്? അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ല. അവരെന്തൊക്കെ എൻ്റെ ചിത്രങ്ങൾ, ഞാൻ ധരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ എല്ലാ പരിപാടികളും ഷെയർ ചെയ്യുന്ന ഒരാളാണ്. ആ വസ്ത്രത്തിനപ്പുറം എൻ്റെ വസ്ത്രം പോലും സെക്സി എന്താ പറയുക, പല എൻ്റെ ശരീരഭാഗങ്ങളും പുറത്ത് കാണിപ്പിച്ചുകൊണ്ട് AI ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത് ഷെയർ ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകന് വേണ്ടിയിട്ട് ഒരു കോൺഗ്രസിൻ്റെ കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്ന ഒരു സ്ത്രീ, അവർക്കെതിരെ ഞാൻ പരാതി കൊടുത്തതിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്ത് മാന്യതയാണ് അവർക്കുള്ളത്? അപ്പോൾ ഒരു സ്ത്രീ, എൻ്റെ ഫോട്ടോ അത്രയും ഞാൻ വസ്ത്രം ധരിക്കുക എന്നൊക്കെ പറയുന്ന ഓരോ വ്യക്തിയുടെ താല്പര്യമാണ്. ഞാൻ ധരിക്കുന്ന വസ്ത്രം എന്താണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞാൻ ധരിക്കാത്ത എൻ്റെ ശരീരഭാഗങ്ങൾ, ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കാത്ത ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് അവർ കോൺഗ്രസ്സുകാർ സൈബർ ഇടത്തിൽ ഇടുക എന്ന് പറയുമ്പോൾ അതിനെതിരെ പരാതി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. കാരണം നാളെ മറ്റൊരു സ്ത്രീ അങ്ങനെ ചെയ്യരുത്. എനിക്കതിലൊന്നും ഒരു വിഷയമില്ല. കാരണം ഞാൻ എന്താണെന്നും എൻ്റെ ശരീരം എന്താണെന്നും ഞാൻ ധരിക്കുന്ന വസ്ത്രം എന്താണെന്നും ഒക്കെ ഞാൻ കൃത്യമായിട്ട് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഇവനെന്തെങ്കിലും ഇട്ടാൽ തകർന്നു പോകാനൊന്നുമില്ല എന്ന് ഞാൻ എല്ലാ കാലത്തും എല്ലാവരോടും പറയുന്നതാണ്. ഇത് തന്നെയാണ് എനിക്ക് പുതിയ സ്ത്രീകളോടും എല്ലാവരോടും പറയാനുള്ളത്, കുട്ടികളോടടക്കം. ഇവരൊക്കെ എന്ത് ചെയ്താലും എന്താ, ഇവർക്ക് എന്താ നമ്മൾ ചെയ്യാൻ പറ്റുക? ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പറ്റാത്തത്? AI ഉപയോഗിച്ചിട്ട് എന്തെല്ലാം ചിത്രങ്ങൾ ഉണ്ടാക്കാം, ഇതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് സ്ത്രീകളെ മോശപ്പെടുത്താം. അപ്പം അതൊക്കെ അവർ ചെയ്യട്ടെ. അത് ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച് അവർ ചെയ്യും. നമ്മളതിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചില ഫോട്ടോസൊക്കെ AI വെച്ച് എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുള്ളത് തോന്നിയിട്ട്. ഞാൻ അതിനത്രേ കാണുന്നുള്ളൂ. ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ പോലും സ്വന്തം ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കാണുന്ന ഫോട്ടോ കണ്ടാലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെർബൽ അബ്യൂസിന് ഇരകളായാലോ അവർ വല്ലാതെ ഡിപ്രഷനിലേക്ക് വരെ പോവുകയും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. അപ്പോൾ ഇത്തരം സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടും ഇത്തരത്തിൽ വെർബൽ അബ്യൂസ് നേരിട്ടിട്ടും സ്ലഗ് ഷെയ്മിങ് നേരിട്ടിട്ടും എങ്ങനെയാണ് ഇതിനെയൊക്കെ ഇങ്ങനെ അതിജീവിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നത്? അത് ഓരോ മനുഷ്യരും ജീവിച്ചു വന്ന സാഹചര്യങ്ങളാണ്. ഞാനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ, ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, സ്ത്രീകൾ പ്രതികരിച്ച് മുന്നോട്ട് വരുമ്പോൾ, അത് എവിടെയാവട്ടെ, സിനിമയാവട്ടെ, സാഹിത്യമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, പ്രതികരിച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പോൾ വിവാഹം കഴിച്ച് വിവാഹിതയായ സ്ത്രീ ഭർത്താവിൻ്റെ പ്രശ്നം തുറന്നു പറഞ്ഞ് വന്നാൽ പോലും ആ സ്ത്രീയെ സ്വഭാവഹത്യ ചെയ്യുക,
അവരുടെ ഒരു ശരീരത്തെ ഒരു ടൂളാക്കിക്കൊണ്ട് സംസാരിക്കുക, അതിനെ മോശപ്പെടുത്തി പറയുക എന്ന് പറയുന്നതല്ലേ നമ്മൾ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളൂ. അതന്നെയല്ലേ ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നത്. നമുക്ക് പുതിയ ജനറേഷനിലുള്ള കുട്ടികളിൽ നിന്ന് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പലതും പ്രതീക്ഷിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അല്ലാതെ നമ്മളടക്കമുള്ള നമ്മളെക്കാളും സീനിയറായിട്ടുള്ള ഈ ഫേസ്ബുക്കും ഇതൊക്കെ ഉപയോഗിക്കുന്ന അമ്മമാരും എല്ലാവരും ഇങ്ങനെ ചെയ്യുള്ളൂ. അതിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ വലിയ രീതിയിലുള്ള ഒരു നിയമ സംവിധാനം ഈ സൈബർ ഇടങ്ങളിലെ ഇത്തരത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഇവനൊക്കെ ആരെങ്കിലും എഴുതിയിടുന്ന ഏതെങ്കിലും ഒരു ന്യൂസ് യൂട്യൂബിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ജെനുവിനിറ്റി അന്വേഷിച്ചിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യുന്നവരില്ല എന്നല്ല കേട്ടോ, നന്നായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. പക്ഷെ അതല്ലാതെയും കുറച്ച് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പോയി വേണമെങ്കിൽ അവരെ ഒന്ന് പൊട്ടിക്കാനുള്ള സംവിധാനമൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം അല്ലാതെ നിയമ സംവിധാനം കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ആളുകൾക്കെതിരെ പോവും, അതൊരു വിഷയമാണ്. പറ്റാവുന്നിടത്തോളം പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ പെൺകുട്ടികൾ ഇതൊന്നും പറഞ്ഞതുകൊണ്ടോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോസ് ഇവരിങ്ങനെ ഇട്ടതുകൊണ്ടോ ഒന്നും ജീവിതം നിങ്ങളുടെ ജീവിതമാണ്. ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ജീവിച്ച് തീർക്കാനുള്ള നമ്മുടെ ജീവിതം ഇവന്മാരുടെ ഏതെങ്കിലും പറച്ചിൽ അവരുടെ സംസ്കാരത്തിന് അവർ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഫോട്ടോയ്ക്കോ കഥകൾക്കോ ഉത്തരം നൽകിയിട്ട് നശിപ്പിച്ച് കളയാനുള്ള അല്ല നമ്മളുടെ ജീവിതം. ഞാൻ എൻ്റെ മകളെ അതാണ് പഠിപ്പിക്കാറുള്ളത്. എന്നെ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കളടക്കമുള്ള സ്ത്രീകളോട് ഞാൻ അത് തന്നെയാണ് പറയാറുള്ളത്. അവർ പറയുന്നത് പറയട്ടെ, അത് അവരുടെ സംസ്കാരം. നമ്മൾ അതിന് ഉത്തരം കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ കേരള ഗവൺമെന്റിനെ പറ്റി പറഞ്ഞപ്പോഴാണ്, കേരള ഗവൺമെന്റ് റിപ്പബ്ലിക് ഡേക്ക് പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ച 10 സംരംഭകകളിൽ ഒരാൾ ഷാനാസ് ആയിരുന്നല്ലോ. എന്തായിരുന്നു, ഏത് വർഷമായിരുന്നു അത്? എന്തായിരുന്നു അതിനെ കുറിച്ചുള്ള ഒരു അനുഭവം എന്താണ്? ഈ വർഷം 2026 ജനുവരിയിൽ റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് കുറച്ച് സ്ത്രീ സംരംഭകരായിട്ടുള്ള സ്ത്രീകളെ സെലക്ട് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് കേരള ഗവൺമെൻറ് സെലക്ട് ചെയ്തിട്ട് 10ഓളം വനിതകളെ കേരളത്തിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കൊരാളെ നമ്മുടെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യായിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനെയാണ് കൊണ്ടുപോയത്. ഞാനും എൻ്റെ ഭർത്താവുമാണ് റിപ്പബ്ലിക് ഡേ കാണാൻ പോയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു റിപ്പബ്ലിക് ഡേക്ക് പോകുമ്പോൾ അത് നമ്മൾ ചാനലിൽ കാണുമ്പോഴൊന്നും എത്രത്തോളം ഇതിൻ്റെ ഒരു പ്രോസസ്സ് നമുക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള ആളുകൾ വീട്ടിൽ വന്ന് അന്വേഷിച്ച്, ഞാൻ പഠിച്ചതും എൻ്റെ കോളേജും എൻ്റെ സ്കൂളും എൻ്റെ പാരൻസും ഒക്കെ വലിയ അന്വേഷണം നടത്തിയിട്ടാണ് അവർ നമ്മളെ ആ റിപ്പബ്ലിക് ഡേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിൽ കൊണ്ടുപോകുന്നു. യാത്രാ ചെലവ്, താമസം എല്ലാം അവിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകളെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ യുദ്ധ വിമാനങ്ങളടക്കം ആ പരേഡടക്കം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു അനുഭവമായിരുന്നു അത്. എന്താ പറയുക, അതിലൊരു ഭാഗ്യം ലഭിച്ച ഒരാൾ കൂടിയാണ് അത്. ഞാൻ വനിതാ ഒരു സംരംഭക എന്ന രീതിയിലാണ് എനിക്കത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പല പരിപാടികളിലും ഒരു വനിതാ പബ്ലിഷർ എന്ന രീതിയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇപ്പം മാത്രമൊന്നുമല്ല, ഇവിടെ DYFIയുടെ YLF നടന്നിരുന്നു ആദ്യമായിട്ട് കൊച്ചിയിൽ. അതിൽ ഞാൻ കോൺഗ്രസ്സുകാരിയാണ്, അന്നും ഞാൻ കോൺഗ്രസ്സുകാരി തന്നെയാണ്. അവർ പബ്ലിഷേഴ്സിനെ കുറിച്ചിട്ടുള്ള പബ്ലിഷേഴ്സിൻ്റെ ഒരു ചർച്ചയിൽ എന്നെ അതിഥിയായിട്ട് വിളിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടല്ല എന്നിട്ട് പോലും എന്നെ അവർ ആ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മളെ അവർ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ നിരന്തരം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈ ഭരണകൂടത്തെയൊക്കെ വിമർശിക്കുന്ന ഒരാൾ തന്നെയാണ്, എഴുതുന്ന ഒരാൾ തന്നെയാണ്. എന്നാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ പരിഗണന തന്നിട്ടുണ്ട് എന്നുള്ളത്, അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു ക്വാളിറ്റി അനുസരിച്ചിട്ട് അവർ നമ്മളെ പരിഗണിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ തന്നെ. ഇത് തിരഞ്ഞെടുക്കപ്പെടാൻ കാരണമായ സംരംഭം ഈ മാക്ബത്ത് പബ്ലിക്കേഷൻ ആണോ? അതെ. ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പബ്ലിക്കേഷൻ തുടങ്ങുക, പുസ്തകം പബ്ലിഷ് ചെയ്യുക, ഈ മേഖലകളൊക്കെ പുരുഷന്മാരുടെ ഒരു മേഖലകളായിരുന്നു. ആ മേഖലകളിലേക്ക് വരുന്ന സ്ത്രീകൾ നേരിടുന്ന അബ്യൂസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അപ്പൊ എങ്ങനെയാണ് സ്വതന്ത്രമായിട്ട് ഈ മാക്ബത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? അതിനുള്ള ഒരു ഊർജം അതൊക്കെ എങ്ങനെയാണ് ലഭിച്ചത്? ഞാൻ ആദ്യം ഒരു ബാഷോ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു പബ്ലിക്കേഷൻസിൻ്റെ എഡിറ്ററായിട്ടാണ് ജോലി ചെയ്തത്. അവിടുന്ന് ഞാൻ നമ്മുടെ ഒലിവ് പബ്ലിക്കേഷൻസിലാണ് പിന്നെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് 4 വർഷം ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഉടമസ്ഥൻ ഡോക്ടർ MK മുനീറാണ്, MLA ആയിരുന്നു.
എനിക്കെൻ്റെ ഒരു പിതാവിന് തുല്യമായിട്ടുള്ളൊരു മനുഷ്യനാണ് ഡോക്ടർ എം കെ മുനീർ. എല്ലാ രീതിയിലും, അതായത് ഒരു 10-20ഓളം വർഷം പഴക്കമുള്ളൊരു സ്ഥാപനത്തിൻ്റെ എഡിറ്ററായിട്ട് നമ്മളെ വെക്കുകയും അതിനുള്ള എന്താ പറയുക പരിചയം എനിക്കില്ല എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ പോലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് വലിയ പ്രചോദനം നൽകി ഒരുപാട് കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഡോക്ടർ എം കെ മുനീർ എന്ന് പറയുന്ന MLA. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് 4 വർഷം പൂർത്തിയാക്കിയപ്പോഴാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്വന്തമായിട്ട് ഒരു പബ്ലിക്കേഷൻ എന്ന ഒരു രീതിയിലേക്ക് വന്നത്. അതൊരാഗ്രഹമായിരുന്നു. എഴുത്ത് എനിക്ക് ഉള്ളിലൊരു ഇഷ്ടമുള്ളത് കൊണ്ട്, എഴുത്തുകാരിയായി തുടരുന്നത് കൊണ്ട്, ഒരു പക്ഷേ ഒരു ടീച്ചറായിട്ടോ ഒരു ബാങ്കിലൊക്കെ ജോലി ചെയ്യേണ്ട ഒരാളാണ് ഞാൻ. പബ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ, പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അത് ഒരു പാഷനാണ്. ബിസിനസ്സിനേക്കാൾ അപ്പുറം നമ്മളുടെ ഒരു പാഷനാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഇതൊരു പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ് ഒന്നുമല്ല. നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ സന്തോഷത്തിനനുസരിച്ച് ജീവിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആണ് പബ്ലിക്കേഷൻ മേഖലയിലേക്ക് ഒരു സ്ത്രീ എന്ന രീതിയിൽ വരുന്നത്. കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം സ്ത്രീകൾ മാത്രമേ, വിരലിലുണ്ടാവുന്ന ഒരു 5 പേരോ അങ്ങനെയൊക്കെ സ്ത്രീകളായിട്ടുള്ളൂ ഈ പബ്ലിക്കേഷൻ മേഖലയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ അനുഭവം ഒരു എഴുത്തുകാരനിൽ നിന്ന് അനുഭവം ഉണ്ടായപ്പോൾ പ്രതികരിച്ച് മുന്നോട്ട് വന്നതും. അതിനോടനുബന്ധിച്ചുണ്ടായ പല കാര്യങ്ങളുമുണ്ട്. പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു പുരുഷനാണെങ്കിൽ ഉണ്ടാവില്ലല്ലോ, ഒരു സ്ത്രീ എന്ന രീതിയിൽ ഉണ്ടാകുന്നു. ഇവിടെ ഞാൻ സ്ത്രീകൾക്കാണ് ജോലി നൽകിയിട്ടുണ്ടായിരുന്നത്. സ്ത്രീകളാണ് കൂടുതലായിട്ട് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. കാരണം ഒരു സ്ത്രീ ഒരു എഴുത്തുകാരി ആവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഒരു കഥ ഒരു മാഗസിനിൽ വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ എഴുത്തുകാരായിട്ടുള്ള പുരുഷന്മാരുടെ അടുത്തും ഒക്കെ സമീപിക്കുമ്പോഴും ഇത് എഡിറ്റ് ചെയ്ത് തരാം, നീ വീട്ടിൽ വരണമെന്ന് പറയുന്ന, ചൂഷണം ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. വ്യക്തിപരമായിട്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പരാതിപ്പെട്ട ആ എഴുത്തുകാരൻ തന്നെ പലപ്പോഴും സ്ത്രീകളെ പുസ്തകം എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ തന്നെയുണ്ട്. അപ്പം ഇതിനൊക്കെ മുന്നോട്ട് വരാൻ, സ്ത്രീകൾക്ക് സംസാരിക്കാൻ, സ്ത്രീകൾക്ക് ഇടപഴകാൻ, സ്ത്രീകളുടെ ഒരു പുസ്തകം വരാനൊക്കെ ഇവിടെ സ്ത്രീകളും ഉണ്ടാവേണ്ടതുണ്ട്. ഞങ്ങൾ സ്ത്രീകളുടെ പുസ്തകങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, പുരുഷന്മാരുടെ പുസ്തകങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ത്രീകളും ഉണ്ടാവേണ്ടതുണ്ട് ഈ മേഖലയിൽ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. എത്രത്തോളം നിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഒരു നോവലും എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 നോവൽ എഴുതിയിട്ടുണ്ട്. മാക്ബത്ത് തന്നെയാണ് പബ്ലിഷ് ചെയ്തത്. ആദ്യത്തെ നോവല് ബാഷോ എന്ന് പറയുന്ന പബ്ലിക്കേഷൻ ആയിരുന്നു. ഇപ്പം ഞാനത് മാക്ബത്തിലേക്ക് എടുത്തു. കലിഡോസ്കോപ്പ് എന്ന് പറയുന്ന നോവലാണ് ആദ്യം എഴുതിയിട്ടുള്ളത്. രണ്ടാമത് മെനാർപോസ് എന്ന് പറയുന്ന ഒരു കഥാസമാഹാരം എഴുതിയിട്ടുണ്ട്. സ്ത്രീകളുടെ മെനാർക്കി മുതൽ മീനോപോസ് വരെയുള്ള കാലഘട്ടങ്ങളിലുള്ള കഥകളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ സൈറ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ ഒരു സൈറ എന്ന നോവലിനെ കുറിച്ച് പോലും ആ കാസർഗോഡുള്ള വ്യക്തി വളരെ മോശമായിട്ട് ഒരു എഴുത്ത് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ 2ാം പതിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് പുസ്തകം എന്നുള്ളതാണ് ഒരു സന്തോഷകരമായ കാര്യം. ഈ എഴുത്തുകാരെ എഴുതാൻ പ്രേരിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം അവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങളാണ്. ഒന്നുകിൽ അത് വായനക്കാരൻ നൽകുന്ന അംഗീകാരമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അവാർഡുകളായിരിക്കാം. നിങ്ങൾ എഴുതിയ പുസ്തകം ഞാൻ വായിച്ചു, നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതായിരിക്കാം. ഇപ്പൊ ഇത്തരത്തിൽ എങ്ങനെയെങ്കിലും ടച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കുറച്ച് അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? സത്യത്തിൽ എഴുത്തുകാരന് എഴുതാൻ തോന്നുന്നത് എന്ന് പറയുന്നത് അവാർഡല്ല, അതിനേക്കാൾ അപ്പുറം വായനക്കാർ നൽകുന്ന അവരുടെ വായനാനുഭവം ആണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഞാൻ. നമുക്ക് ഒരാൾ ഈ പുസ്തകം വായിച്ച് ഇതിലെനിക്ക് എന്നെ കാണാൻ പറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്കിത് വായിച്ചിട്ട് അത്രയധികം ഇഷ്ടമായി എന്ന് പറഞ്ഞ് ഒരു റിവ്യൂ തരുന്നതാണ് ഒരു വായനക്കാരൻ്റെ അഭിപ്രായമാണ്. അത് വിമർശനമാണെങ്കിൽ പോലും അഭിപ്രായമാണ് ഒരു എഴുത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ നോവൽ കലിഡോസ്കോപ്പാണ്. 2018 ഞാൻ അത് എഴുതിയത്. പ്രിയപ്പെട്ട എഴുത്തുകാരൻ M. മുകുന്ദനാണത് പ്രകാശനം ചെയ്തു തരുന്നത്. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം ഞാൻ എല്ലാ കാലത്തും എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണ്. ആ പുസ്തകവും ആ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങും ഒക്കെ. അപ്പം അതിനാദ്യമായിട്ടൊരു അവാർഡ് കിട്ടുന്നത് ദുബായിലെ മാസ്റ്റർ വിഷൻ ചാനലും ദുബായ് പോലീസും കൂടി ചേർന്നിട്ടുള്ള ഒരു അവാർഡാണ് യുവ നോവലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. പിന്നെ പ്രേം നസീർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ കർമ്മ തേജസ് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ വയലാർ രാമവർമ്മയുടെ യുവ പ്രസാധകയ്ക്കുള്ള
ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പുരസ്കാരങ്ങളൊക്കെ അതൊരു പ്രോത്സാഹനമായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്ക് മുന്നോട്ട് വീണ്ടും നടക്കാനുള്ള ഒരു വലിയ പ്രോത്സാഹനം ഓരോ അവാർഡുകളും നമ്മളെ കൊണ്ട് മുന്നോട്ട് നടത്തിക്കുന്നുണ്ട് എന്നുള്ള ഞാൻ അതിൽ വിശ്വസിക്കുന്നു. നമ്മൾ തെരഞ്ഞെടുത്ത വഴി തെറ്റല്ല എന്ന് കൂടി അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ തെരഞ്ഞെടുത്ത വഴി തെറ്റല്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടു കൂടി മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതങ്ങനെയാണ് അവാർഡുകളെ ഞാൻ കാണുന്നത്. പിന്നെ ഇനി നമുക്ക് ഏകദേശം സമയമായി. അവസാനമായിട്ട് ഈ രാഷ്ട്രീയം പറയുന്ന സ്ത്രീകൾ, എഴുതുന്ന സ്ത്രീകൾ, ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്, മാസങ്ങൾക്ക് മുൻപാണ് MT വാസുദേവൻ നായരുടെ ഭാര്യയെക്കുറിച്ചുള്ള, പ്രമീള നായരെ കുറിച്ചുള്ള ഒരു പുസ്തകം ദീദി ദാമോദരനും HM കൂടി പബ്ലിഷ് ചെയ്യുന്നത്. അതായത് വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു പോകുന്ന തരത്തിലുള്ള നരേഷനാണ് ഇതൊക്കെ. അപ്പൊ ഇത്തരത്തിൽ എഴുതുന്ന സ്ത്രീകളെ കുറിച്ച്, എഴുതാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ കുറിച്ച്, രാഷ്ട്രീയം പറയുന്ന സ്ത്രീകളെ കുറിച്ച്, പൊതുപ്രവർത്തനം നടത്തുന്ന സ്ത്രീകളെ കുറിച്ച്, ഇത്തരം സ്ത്രീകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇവരോട് എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ രാഷ്ട്രീയം ഏതുമാവട്ടെ, പലപ്പോഴും ഞാനൊക്കെ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയത് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെയായിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. കാരണം എൻ്റെ പേര് ഷഹനാസ് ആണ് എന്നും ആ പേരിനെ അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിന്നു വന്നപ്പോഴാണ് അതിനെതിരെ നമ്മൾ രാഷ്ട്രീയം പറയേണ്ടതുണ്ട് എന്നൊരു തോന്നലിൽ രാഷ്ട്രീയം പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ, കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ എത്രത്തോളം സ്ത്രീകൾക്ക് പരിഗണന നൽകുന്നു, പ്രാധാന്യം കൊടുക്കുന്നു, അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. എവിടെയാണ്? ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളെ നിറച്ചു കാണുന്നത് എന്തുകൊണ്ടാണ്? സംവരണം ഉള്ളതുകൊണ്ടല്ലേ. സംവരണം ഇല്ലാതെ ഈ സ്ത്രീകളെ പരിഗണിക്കുമായിരുന്നോ? പരിഗണിക്കില്ലായിരുന്നു. അപ്പോൾ ഇപ്പം സംവരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുള്ളതുകൊണ്ട്, സംവരണം ഉള്ളതുകൊണ്ട് സ്ത്രീകൾ എല്ലായിടത്തും നിറഞ്ഞു കാണുന്നു, പഞ്ചായത്തുകളിലും എല്ലായിടങ്ങളിലും നിറഞ്ഞു കാണുന്നു എന്നുള്ളതാണ്. അല്ലാതെ നിയമസഭയിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ എത്ര മാത്രം സ്ത്രീകളെ അവിടെ കാണാൻ പറ്റും? നമ്മുടെ ഒരു ജനസംഖ്യയുടെ ഒരു ഇതനുസരിച്ചിട്ട് എത്രമാത്രം പുരുഷ MLA-മാരും മന്ത്രിമാരും അവിടെ ഇരിക്കുമ്പോൾ സ്ത്രീകൾ എത്രമാത്രം ആളുകളുണ്ട്? അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് നമ്മുടെ നാട്. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള പ്രതിസന്ധികൾ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീ വരുന്നുണ്ടെങ്കിൽ അവർ സ്വയം നീക്കിവെച്ച സിംഹാസനത്തിൽ അവർ കയറിയിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ ആരെങ്കിലും നീക്കിയിട്ട് കൊടുത്തിട്ട് അതിൽ കയറിയിരിക്കാൻ സ്ത്രീകളെ അനുവദിക്കില്ല. ഇനി അതുപോലെ തന്നെ ചൂഷണം ചെയ്യപ്പെടുന്ന അവസരങ്ങൾക്ക് വേണ്ടി, സിനിമയിലാവണമെങ്കിൽ അവസരങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യുന്നു, അവസരം ലഭിക്കണമെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണമെന്നും കൂടെ കിടക്കണമെന്നും പറയുന്ന സമൂഹം തന്നെയല്ലേ ഇന്നും നമുക്കുള്ളത്. അപ്പോൾ സ്ത്രീയെ ശാരീരികമായി കാണുന്നു, അത് ഏത് അവസ്ഥയിലാണെങ്കിലും എന്ന ഭയാനകമായ സാഹചര്യം ഇവിടെയുണ്ട്. അതുകൊണ്ടാണല്ലോ സോഷ്യൽ മീഡിയയിൽ പോലും സ്ത്രീയുടെ ശരീരവും, സുജയ പാർവതി എന്ന് പറയുന്ന ജേർണലിസ്റ്റിൻ്റെ വാക്കുകളേക്കാൾ സുജയുടെ മേക്കപ്പിനും അല്ലെങ്കിൽ അവരുടെ നിറത്തിനും പരിഗണന വരുന്നത് ഇവിടെ എന്തുകൊണ്ടാണ്? ആ ഒരു പരിഗണന എന്ന് പറയുന്നത് സ്ത്രീയുടെ ശരീരത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കോമഡി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും, AI ചിത്രം ഉപയോഗിച്ച് ഒരു സ്ത്രീ വന്നിട്ട് ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ട് AI ആയിരിക്കും അത്, പക്ഷെ അതിൽ കുറച്ച് സങ്കട കഥകളൊക്കെ പറയുമ്പോൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇടുന്ന കമൻ്റ് ഇടുന്ന കുറേ ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പം അതിലൊക്കെയുള്ള ഒരു എന്താ പറയുക, അത് ആളുകൾക്ക് ഇപ്പോഴും ബുദ്ധിയില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. സ്ത്രീകളെ എങ്ങനെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന അതേ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും കാണുന്നു എന്നുള്ള വലിയ ഭയാനകമായ അവസ്ഥയുണ്ട്. പുതിയ കുട്ടികളിൽ മാത്രമാണ് പ്രതീക്ഷ. കുറേയൊക്കെ കുട്ടികളുമായിട്ട് ഇടപഴകുന്ന ഒരാളായതുകൊണ്ട് അവർക്ക് ഒരു ജെൻഡർ വ്യത്യാസമില്ലാതെ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്ന കുട്ടികളെ കാണുമ്പോൾ നാളത്തെ തലമുറ നന്നായിരിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ മാത്രമാണുള്ളത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, ഇപ്പം സംഘപരിവാറിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ രംഗത്തേക്ക് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഇപ്പൊ നിലവിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞല്ലോ റിസർവേഷൻ ഉള്ളത് കൊണ്ടാണ് സ്ത്രീകൾ സ്ഥാനത്തെത്തുന്നത് എന്നുള്ളത്. ഇപ്പം ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ഒരു സ്ത്രീയാണ്, ഇന്ത്യയുടെ പ്രസിഡന്റ് ഒരു സ്ത്രീയാണ്. അപ്പൊ ഈ വർഗീയ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ BJP ഇത്തരത്തിൽ അശരണരായിട്ടുള്ള, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
മറ്റ് രാഷ്ട്രീയം പോലെ തന്നെയല്ലേ നിർമ്മല സീതാറാം എന്ന് പറയുന്ന ഞാൻ എല്ലാ സ്ത്രീകളും ഏത് രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമില്ലാതെ അങ്ങേയറ്റം വർഗീയത തുപ്പാത്ത ശശികല ടീച്ചറെ പോലെയുള്ള ആളുകളെ ഒന്നും എനിക്കൊരു ബഹുമാനവും ഇല്ല കേട്ടോ. അങ്ങനെയല്ലാത്ത കുറച്ച് ആളുകളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ എനിക്ക് ബഹുമാനമുള്ള ഒരു സ്ത്രീയാണ്. അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തന രീതി ഒക്കെ ഇഷ്ടമാണ്. അവരെയൊക്കെ ശരിക്കും അവർ ജയിക്കേണ്ട അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന ഇടത്ത് അവരെ മത്സരിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലും മത്സരിപ്പിച്ചിട്ടില്ല. അവരെയൊക്കെ ഇങ്ങനെ പന്ത് തട്ടുന്നത് പോലെ പുരുഷന്മാർക്ക് എവിടെയാണോ മത്സരിക്കേണ്ടത് അതിനപ്പുറം എവിടെയെങ്കിലും കൊണ്ടിരുത്തി തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അത് കോൺഗ്രസിനകത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തും അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചുരുക്കം വിരലിൽ എണ്ണാവുന്ന സ്ത്രീകൾ വരുന്നു. അത് അവരുടെ വലിയ പ്രയത്നമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇത് പുരുഷന്മാരാരും തയ്യാറാക്കി കൊടുത്ത സിംഹാസനത്തിൽ അവർ കയറിയിരിക്കുന്നതല്ല, അവരായിട്ട് നീക്കിയിട്ട് വലിച്ചിട്ട് കയറി ഇന്ന് കാലിൻ്റെ മുകളിൽ കാല് വെച്ചിരിക്കുന്നതാണ് ഇക്കാണുന്ന സ്ത്രീകൾ. അവരൊക്കെയാണ് ഞങ്ങൾക്ക് മാതൃക. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ മിണ്ടാനും പറയാനുമെങ്കിലും സാധിക്കുന്നത് ഞങ്ങൾക്ക് പിന്നിൽ ഒരുപാട് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു വനിത പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അത് പറയുമ്പം ഇന്ന് ആളുകൾ എന്താ പറയുക പുച്ഛിക്കും. അവർക്ക് തുല്യമാണോ നീ എന്ന് ചോദിച്ച് പരിഹസിക്കുന്ന ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ശക്തയായൊരു സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നു. അതിനപ്പുറം എന്താ പറയുക കുറേ സ്ത്രീകൾ നമുക്ക് വഴിവെട്ടി തന്നിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ ഇരുന്ന് സംസാരിക്കാനും ജോലി ചെയ്യാനും തൊഴിലിടങ്ങളിലേക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കാനും ഇന്നും പോരാടുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അവരെ പോലെയുള്ള ആളുകൾ ആണ് ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനെങ്കിലുമുള്ള ഒരു ഇടം ഉണ്ടാക്കി തരുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് പിന്നിൽ കരയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA ആയിട്ടുള്ള ഒരു പീഡകൻ്റെ വിഷയം എന്ന് പറയുന്നത് MA ഷഹനാസുമായിട്ടുള്ളതല്ല. അതിനപ്പുറം ഇവിടെ ഇരയാക്കപ്പെട്ട, മിണ്ടാതിരിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ശാരീരികവും മാനസികവുമായി കീറി മുറിക്കപ്പെട്ട, ഭ്രൂണഹത്യ ചെയ്യപ്പെട്ട ഒരുപാട് ജീവനുകൾ ഇവിടെയുണ്ട്. അവർ മിണ്ടാതിരിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് ഒരു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ട് വന്നുകൊണ്ട് അവരെ ശാരീരികമായി ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ചയാക്കപ്പെടേണ്ടത്. ഞാൻ പരാതി നൽകിയിട്ടുള്ള ഒരാളൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടം. എൻ്റെ വിഷയമോ അല്ല. എനിക്ക് അവരുമായിട്ട് എങ്ങനെ ഇടപഴകാമെന്ന് ആദ്യമേ അറിയാമായിരുന്നു. പക്ഷെ അതറിയാതെ ഇരയാക്കപ്പെട്ട സ്ത്രീകൾ ഇന്നുമുണ്ട്. പരാതികൾ വരാൻ ഇനിയുമുണ്ട്. അപ്പോൾ അതിനെ ഇല്ലാതെയാക്കാൻ, അത് റദ്ദ് ചെയ്യാനുള്ള ഒരു ശ്രമമായിട്ടാണ് മിണ്ടുന്ന സ്ത്രീകളെ മിണ്ടാതിരിക്കാൻ അവരെ സ്വഭാവഹത്യ ചെയ്ത് അവർക്കെതിരെ കഥകൾ ഉണ്ടാക്കുന്നത്. അതവരുണ്ടാക്കട്ടെ. ഓക്കെ ഷാനസ്, താങ്ക് യു. ഇപ്പം നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്, നേരത്തെ പറഞ്ഞ് നിർത്തിയതിൽ വെച്ച് കൺക്ലൂഡ് ചെയ്യാണ്. ഈ സ്ത്രീകൾ സ്വന്തമായി സിംഹാസനം വലിച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇരകൾക്ക് വേണ്ടിയും താഴേക്കിടയിലുള്ളവർക്ക് വേണ്ടിയും ഉറക്കെ സംസാരിക്കുന്ന നല്ലൊരു നാളെയെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.